ഇനി നടക്കാൻ പോകുന്ന രണ്ട് ടെസ്റ്റുകൾ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും കരിയർ നിർണ്ണയിക്കാൻ പോകുന്ന മത്സരങ്ങളാണ്. ഈ മത്സരങ്ങൾ ഇന്ത്യ വിജയിച്ചാൽ ഇന്ത്യ ഒരുപക്ഷെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് കടക്കും. പക്ഷേ ഈ രണ്ട് മത്സരങ്ങളിലും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും മികച്ച രീതിയിൽ കളിച്ചില്ലെങ്കിൽ അവരില്ലാതെയായിരിക്കും ഇന്ത്യ ഫൈനൽ കളിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈനലിൽ ബുംറയായിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ആദ്യം നമുക്ക് വിരാട് കോഹ്ലിയുടെ കാര്യം നോക്കാം. അവസാന 10 മത്സരങ്ങളിൽ നിന്നും 219 റൺസാണ് കോഹ്ലി എടുത്തിരിക്കുന്നത്. ആവറേജ് എന്ന് പറയുന്നത് 24.3. ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും ഈ 10 ഇന്നിംഗ്സിലുണ്ട്. ആ സെഞ്ചുറി പെർത്തിൽ ഓസ്ട്രേലിയക്കെതിരെ നേടിയത്. അത് വിരാട് കോഹ്ലിക്ക് ഇടക്കാല ആശ്വാസം നൽകിയെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് റൺസ് കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ആ സെഞ്ചുറി അടിച്ച ശേഷം 2 ടെസ്റ്റുകളിൽ നിന്നും അദ്ദേഹം നേടിയത് 21 റൺസാണ്. ദയനീയ പ്രകടനത്തിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ അവസാന 2 മത്സരങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ആ സമയത്തെ സ്ഥിരതയോടെ വിരാട് കോഹ്ലി കളിച്ചാൽ വീണ്ടും കോഹ്ലിക്ക് ഇന്ത്യൻ ടീമിൽ തുടരാൻ സാധിക്കും. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന്റെ ടെസ്റ്റിലെ അവസാന മത്സരമായിരിക്കും ഓസ്ട്രേലിയയിൽ നടക്കാൻ പോകുന്നത്. ഇതിലും പരിതാപകരമാണ് രോഹിത്തിന്റെ അവസ്ഥ. കോഹ്ലിക്ക് അവസാന 10 മത്സരങ്ങളിൽ നിന്നും ഒരു സെഞ്ചുറിയെങ്കിലും ഉണ്ടെങ്കിൽ രോഹിത്തിനെ സംബന്ധിച്ച് ആകെയുള്ളത് ന്യൂസിലാൻഡിനെതിരെ നേടിയ ഒരൊറ്റ അർദ്ധ സെഞ്ചുറി. 10 ഇന്നിംഗ്സിൽ രോഹിത് എടുത്തത് വെറും 126 റൺസ്, 12.6 ആണ് ആവറേജ്. ഓസ്ട്രേലിയയിൽ 3 ഇന്നിംഗ്സുകൾ കളിച്ചപ്പോൾ നേടിയത് വെറും 19 റൺസ്. അടുത്ത 2 ടെസ്റ്റുകളും പരാജയമായി പോയാൽ രോഹിത്തിന്റെ ടെസ്റ്റ് കരിയറിന് അവസാനമാകും. രോഹിത്തും കോഹ്ലിയും വിരമിക്കണമെന്ന് വാശി പിടിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവർ രണ്ടുപേരും ഇന്ത്യൻ ടീമിന് കൊടുത്തേക്കുന്ന സംഭാവനകൾ വലുതാണ്. ഇപ്പോൾ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കരിയറിലെ ഏറ്റവും മോശം അവസ്ഥയിൽ കൂടിയാണ്. ആ സമയത്ത് നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. ഇനി 2 മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട്. ആ മത്സരങ്ങൾ അവർ നല്ല രീതിയിൽ കളിച്ച് തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മൾ വിമർശിക്കുന്നതിന് അർത്ഥമുണ്ട്. അല്ലാതെ ഒരു സീരീസിന്റെ ഇടയിൽ വെച്ച് നമ്മൾ കൂടി അവർക്ക് സമ്മർദ്ദം കൊടുക്കുമ്പോൾ അത് അവരുടെ കളിയെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും. പിന്നെ രോഹിത് ശർമ്മ ഒരിക്കലും 6ാം സ്ഥാനത്ത് ഇറങ്ങുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. അദ്ദേഹം ഓപ്പണറായിട്ടാണ് കളിക്കേണ്ടത്. KL രാഹുൽ ആണെങ്കിൽ ഏത് പൊസിഷനിലും മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. ചിലപ്പോൾ അടുത്ത കളി രോഹിത് ഓപ്പണറായിട്ട് ഇറങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തിരിച്ചു വരുമെന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. ഈ 2 മത്സരങ്ങൾ കൂടി നമ്മൾ അവരുടെ കൂടെ നിൽക്കുക. പണ്ട് പൂജാരയ്ക്കും രഹാനയ്ക്കും ഫോം നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ അവരെ പുറത്താക്കാൻ വേണ്ടി ബഹളം വെച്ചു. എന്നിട്ടിപ്പോൾ അവർ വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. രോഹിത്തും കോഹ്ലിയും പോയാലും ഇത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ 2 മത്സരങ്ങൾ നമ്മൾ അവരുടെ ഭാഗത്ത് നിന്ന് കളി കാണുക. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം രോഹിത്തിനും കോഹ്ലിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രോഹിത്തും കോഹ്ലിയും ഇനി വരുന്ന ടെസ്റ്റുകളിൽ തിരിച്ചു വരുമോ? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട.